ചങ്ങായിമാർ നമ്മുടെ BJP നേതാവ് ടോർച്ച സുരേഷ് ഉണ്ടല്ല ഒരു പുതിയ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട്. എന്താ ഭീഷണി എന്നറിയാം? ആഗസ്റ്റ് 15 വന്ദേ മാതരം ഉണ്ടല്ല മുഴുവനായിട്ട് ആരെങ്കിലും പാടിയില്ലെങ്കിൽ അവരുണ്ടല്ല ശരിയാക്കി കളി എന്നാണ് നമ്മുടെ ടോർച്ച സുരേഷ് ഏട്ടൻ ഭീഷണിപ്പെടുത്തുന്നത്. നമ്മുടെ ടോർച്ച സുരേഷ് ഏട്ടൻ ഉണ്ടല്ല ഇപ്പൊ ഇങ്ങനെ ഒരു ഭീഷണിയായിട്ട് വന്നത് എന്താ നിങ്ങൾക്ക് അറിയാം? സംഭവം വേറൊന്നുമല്ല, BJPന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുഖ്യ ഒരു കേസ് നിങ്ങൾക്ക് അറിയില്ലേ? ആ കേസിലുണ്ടല്ല നമ്മൾ ഈ ടോർച്ച സുരേഷ് ഏട്ടൻ ഉണ്ടല്ല BJPക്കാർ തന്നെ കൊടുക്കാൻ നിൽക്കുന്നു. അതായത് BJPക്കാർ തന്നെ നമ്മുടെ ടോർച്ച സുരേഷ് ഏട്ടന് ഒരു നല്ല പണി കൊടുക്കാൻ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെ വന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ചാണക സംഖ്യയിലില്ല, ബുദ്ധിമില്ലാത്ത അണികളായ ചാണക സംഖ്യകൾ, ആ ചാണക സംഖ്യയില്ല ഈ ടോർച്ച സുരേഷ് വേണ്ടി ജയ് വിളിക്കുന്നു. ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ നൈസായിട്ട് ആ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കലില്ലേ, ആ മുക്കലിൽ നിന്ന് നൈസായിട്ട് ഉരാന്നാണ് ഈ ചങ്ങായിന്റെ വിചാരം. അതായത് ഇയാളുടെ അടിമകളായ ചാണക സംഖ്യകൾക്കില്ല അവർക്ക് ബുദ്ധിയും വിവരില്ലാന്ന് ഇയാൾക്കും ഇയാളെ പോലെ നേതാക്കന്മാർക്കില്ല കൃത്യമായിട്ട് അറിയാം. എന്തായാലും നമുക്ക് നമ്മുടെ ടോർച്ച സുരേഷ് ആ ഭീഷണി പ്രസംഗം കൊണ്ടില്ല ഘട്ടം ഘട്ടമായിട്ട് കേട്ടിട്ട് ഒന്ന് പേടിച്ചിട്ട് വന്നാലോ? വാ. ജനതാ പാർട്ടി പറയുന്നു, ഓഗസ്റ്റ് 15 ഈ കേരളത്തിൽ എവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തുന്നു അവിടെയൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം വന്ദേ മാതരം ആദ്യാവസാനം പാടിയിട്ടില്ല എങ്കിൽ VD സതീശൻ സർക്കാർ വിവരമറിയുമെന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി ഇവിടുത്തെ സതീശൻ സർക്കാരിന്, മുസ്ലിം ലീഗിന്റെ സർക്കാരിന് അന്ത്യശാസനം നൽകുക. എന്റെ ടോർച്ച സുരേഷ് ഏട്ടാ VD സതീശനും മുസ്ലിം ലീഗൊക്കെ ഉണ്ടല്ല അവിടെ തൽക്കാലം നിൽക്കട്ടെ. ഈ ആഗസ്റ്റ് 15 വന്ദേ മാതരെന്നും സ്വാതന്ത്ര്യ സമരെന്നും എന്തിന് ദേശീയ പതാക ഉണ്ടല്ല, ദേശീയ പതാക എന്നൊക്കെ പറയാൻ പറ്റില്ല. നിങ്ങൾക്കില്ല നിങ്ങൾ സംഖ്യക്ക് എന്ത് യോഗ്യതയുള്ളത്? സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴല്ല മാപ്പ് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നൈസായിട്ട് മുങ്ങാൻ നടക്കുന്ന ആളെയും, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടല്ല ആൾക്കാരെയൊക്കെ ഞാൻ പിന്തിരിപ്പിക്കാന്ന് പറഞ്ഞ ആളെയും, എന്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഹിന്ദുക്കളായ യുവാക്കളോട് നിങ്ങളുണ്ടല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ഊർജ്ജം കളയരുത് എന്ന് പറഞ്ഞ ആളെയും, സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാൻ നോക്കുന്ന നിങ്ങളുണ്ടല്ല, നിങ്ങൾ നമ്മളുണ്ടല്ല രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരണ്ടാട്ടാ. അതും പോട്ടെ, ഇന്ത്യയുടെ ഈ ദേശീയ പതാക ഉണ്ടല്ല, ഈ ത്രിവർണ്ണ പതാക നിങ്ങളുണ്ടല്ല നിങ്ങൾ എത്ര കാലം അംഗീകരിക്കാതെ എത്ര കാലം ഉയർത്താതെ ഇരുന്നിട്ടുണ്ട്. ആ നിങ്ങളുണ്ടല്ല ഇപ്പൊ വന്നിട്ട് ദേശീയ പതാക അതായത് ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത് വേറെ രക്ഷയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കാവി പതാക ഉണ്ടല്ല അത് ദേശീയ പതാകയാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ വിചാരിച്ച പോലെ ഉണ്ടല്ല അത്ര എളുപ്പമില്ലാന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് തൽക്കാലം ഉണ്ടല്ല ഈ ദേശീയ പതാക ഈ ത്രിവർണ്ണ പതാക ഉണ്ടല്ല അംഗീകരിക്കും പോലെ നിങ്ങൾ അഭിനയിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ടോർച്ച സുരേഷിനോട് സംഖ്യയിലോടാണ്. നിങ്ങളുണ്ടല്ല നാളെ ആഗസ്റ്റ് 15 വന്ദേ മാതരം ഫുള്ളായിട്ട് പാടുന്നു പറഞ്ഞിട്ടുണ്ട്. ആ വന്ദേ മാതര ഗാനം ഉണ്ടല്ല ഫുള്ളായിട്ട് എവിടെയും നോക്കാതെ കൃത്യമായിട്ട് അക്ഷരം തെറ്റാതെ വരികൾ തെറ്റാതെ നിങ്ങൾ പാടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും അക്ഷരോ വരി അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ചാണക സംഖ്യകളെ ചാണകം നിറച്ച വെള്ളം ഉണ്ടല്ല അതെല്ലാ സംഖ്യകളുടെ മേത്തുണ്ടല്ല നമ്മൾ ഒഴിച്ചിരിക്കും. നമ്മൾ നാളെ നോക്കട്ടെ ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടല്ല വന്ദേ മാതരം തെറ്റായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ബാക്കി കാണാം. നമ്മൾ ഉത്തരേന്ത്യയിൽ കുറെ ചാണക സംഖ്യകളെ കണ്ടിട്ട് വന്ദേ മാതരത്തിന് വേണ്ടി ഘോരം പ്രസംഗിക്കും. എന്നിട്ടില്ല വന്ദേ മാതരം ഒന്ന് പാടുന്ന് പറയുമ്പോട്ടില്ല അയ്യോ അന്നെ ആരോ വിളിക്കുന്നതിനും പറ്റി ഒരൊറ്റ മുങ്ങലാണ് ആ ചാണക സംഖ്യകൾ. അതുകൊണ്ട് സംഖ്യയോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നാളെ ഉണ്ടല്ല വന്ദേ മാതരം ഉണ്ടല്ല തെറ്റാതെ ഒരക്ഷരം മാറിപ്പോവാതെ പാടിക്കാണിക്ക്. കാരണം നിങ്ങൾക്കുണ്ടല്ല സ്വാതന്ത്ര്യ സമരത്തിലും രാജ്യസ്നേഹത്തിലും വേണ്ടി കാണിക്കാൻ കാണിക്കാൻ ഒരാൾ പോലും ഇല്ല. അതുകൊണ്ട് വന്ദേ മാതരെങ്കിലും ഉണ്ടല്ല അക്ഷരം തെറ്റാതെ ഫുള്ളായിട്ട് ഒന്ന് പാടി കാണിക്കും. നമുക്കെന്തായാലും നമ്മുടെ ടോർച്ച സുരേഷ് അണ്ണന്റെ അടുത്ത ലീലാവിലാസങ്ങൾ ഉണ്ടല്ല അതൊന്ന് കേട്ടിട്ട് വരാം. മുസ്ലിം ലീഗ് കേരളം ഭരിക്കുന്നു എന്നതിന്റെ പേരിൽ പൊതുസ്ഥലങ്ങളിൽ സായം സംഖ്യയിൽ ഈ ദിവ്യമാർന്ന നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന അന്ത്യശാസനങ്ങൾ കേരളത്തിൽ നിന്നും മുഖരിതമാവുകയാണ്. ഈ കേരളത്തിന്റെ പാരമ്പര്യത്തെയും രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും മുഴുവൻ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന പ്രവേശമായിട്ടെന്ന് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സന്ധ്യാനേരങ്ങളിൽ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി ആര് തടസ്സപ്പെടുന്നതാണ് എന്റെ ടോർച്ച സുരേഷ് അണ്ണ നിങ്ങൾ ഇങ്ങനെ തള്ളുന്നത്? എല്ലാ ഹിന്ദു വിശ്വാസികളുടെയും വീട്ടിലുണ്ടല്ല സന്ധ്യാനേരങ്ങളിൽ കൃത്യമായിട്ടുണ്ടല്ല നിലവിളക്ക് കത്തിക്കുന്നുണ്ട്. സന്ധ്യാനേരങ്ങളിൽ മാത്രമല്ല പുലർച്ചെ സമയങ്ങളിലും നിലവിളക്ക് കൃത്യമായിട്ട് കത്തിക്കുന്നുണ്ട്. പിന്നെ ഈ നിലവിളക്കുണ്ടല്ല എല്ലാ മതസ്ഥരും കത്തിക്കണം, എല്ലാ സമയവും കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ല അത് ഈ ഇന്ത്യയിലുണ്ടല്ല നടക്കുന്ന കാര്യമല്ല. താല്പര്യമുള്ളവർ കത്തിക്കും, താല്പര്യം ഇല്ലാത്തവരുണ്ടല്ല ബഹുമാനത്തോടു കൂടി ഉണ്ടല്ല അത് നിരസിക്കും. അതുകൊണ്ട് ഈ കേരളത്തിൽ നിലവിളക്ക് കത്തിക്കാൻ വിടുന്നതാകും പറ്റി കുത്തിത്തിരിപ്പും പച്ച വർഗീയത ഉണ്ടാക്കാൻ വരില്ല എന്റെ ടോർച്ച സുരേഷ്. നിലവിളക്കിന്റെയും ഭക്തിയുടെ ഒക്കെ കാര്യം പറഞ്ഞ നീയൊക്കെ ഉണ്ടല്ല അയോധ്യ ക്ഷേത്രത്തിലുണ്ടല്ല സംഘികൾ മൊത്തം അടിച്ചു മാറ്റിയിട്ടുണ്ടല്ല അതിനെതിരെ ഒരക്ഷരം ഇതുവരെ മുണ്ടിയിട്ടില്ല. അയോധ്യ അമ്പലം വരെ അടിച്ചു മാറ്റിയ ചാണക സംഖ്യയിലുണ്ടല്ല നീയൊക്കെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഉളുപ്പും നാണവുമാലതെ ഭക്തിയും നിലവിളക്കെന്നൊക്കെ അങ്ങ് തട്ടി വിടുന്നു. നമുക്കിനി ടോർച്ച സുരേഷിന്റെ അടുത്ത പാകിസ്ഥാൻ കുരുപൊട്ടൽ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വന്ദേ മാതരം ഹറാമും അലർജിയുമായിട്ട് മാറിയിരിക്കുന്നവർ പാകിസ്ഥാനികളാണ്. കേരളം കഴിഞ്ഞാൽ വന്ദേ മാതരത്തെ നിഷേധിക്കുകയും നിഖലിക്കുകയും നശിപ്പിക്കുകയും അതിനെതിരായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നവർ പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള
നിൽക്ക് നിൽക്ക് ടോച്ച് സുരേഷ്, നീ അവിടെ തൽക്കാലം അവിടെ നിൽക്ക്. സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ സമര പോരാളികള് ഈ വന്ദേമാതരം ആലപിക്കുമുണ്ടില്ല. ഈ പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ ഉണ്ടല്ല, ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്റെ ചാണക സുരേഷ്. അങ്ങനെയുള്ള ചരിത്രം പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരും എനിക്കില്ലാതെ പോയല്ലോ എന്റെ ടോച്ച് സുരേഷ്. അന്ന് വന്ദേമാതരത്തെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെയും അംഗീകരിക്കാത്ത ഒരേ ടീമേ ഉണ്ടായിരുന്നുള്ളൂ. അതുണ്ടല്ല, അത് നിങ്ങൾ ചാണക സംഖ്യകളായിരുന്നു. പിന്നെ നിന്റെ വായിന്നുണ്ടല്ലോ ഈ പാകിസ്ഥാൻ എന്ന് വന്നതിൽ ഒരത്ഭുതം എനിക്കില്ല. കാരണം പാകിസ്ഥാനെ സ്നേഹിക്കുന്ന, പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുക്കുന്ന ഈ അടുത്ത കാലത്ത് പിടിക്കപ്പെട്ട മൊത്തം ടീമും നിങ്ങൾ ചാണക സംഖ്യകളായിരുന്നു. അതുകൊണ്ട് നീയൊക്കെ സ്നേഹിക്കുന്ന പാകിസ്ഥാന്റെ പേരുണ്ടല്ല, നിന്റെയൊക്കെ വായിന്നുണ്ടല്ല, ദിവസം ഉണ്ടല്ല ഒരു അഞ്ചാറ് തവണയുണ്ടല്ല പുറത്ത് വന്നിരിക്കും. അതുകൊണ്ട് നമുക്കതിലുണ്ടല്ല വലിയ അത്ഭുതമൊന്നുമില്ല. നമുക്കിനി പാകിസ്ഥാൻ സ്നേഹിയ ടോച്ച് സുരേഷ് അവസാനമായിട്ട് പറഞ്ഞ ഒരു കുരുപൊട്ടൽ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. കേരളത്തിലെ ഒരു അധ്യാപകൻ ഒരു ചോദ്യം കുട്ടികളോടായിട്ട് ചോദിച്ചു. ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച വ്യക്തിയുടെ പേരേത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമായിട്ട് വീര സവർക്കർ എന്ന് എഴുതുക എന്നതായിരുന്നു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ആ അധ്യാപകൻ സസ്പെൻഷൻ നേരിടുകയാണ്. ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്റെ ടോച്ച് സുരേഷ്, എന്റെ അഭിപ്രായത്തിലുണ്ടല്ല ആ അധ്യാപകന സസ്പെൻഡ് ചെയ്യല്ല വേണ്ടത്, ഡിസ്മിസ് ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടല്ല ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നത് സവർക്കറാണെന്നുള്ള ഒരു പച്ചക്കള്ളം പറഞ്ഞാൽ ചങ്ങയ്ക്കിട്ടില്ല അധ്യാപകനായിരിക്കാൻ വേണ്ടി ഒരു യോഗ്യതയില്ല. നേരെ മറിച്ച് സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടല്ല ജയിലിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ മാപ്പ് പറഞ്ഞത് സവർക്കറാണെന്ന ലെവലിലായിരുന്നു അയാൾ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അയാളുണ്ടല്ല അധ്യാപകരിൽ നിന്ന് പ്രിൻസിപ്പലാക്കാൻ വേണ്ടി ഞാൻ പറയായിരുന്നു. അല്ലാതെ സവർക്കറാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നത് പച്ചക്കള്ളം പറഞ്ഞ ആ ചങ്ങായിലേക്ക് ഉണ്ടല്ല ഡിസ്മിസ് തന്നെ ചെയ്യേണ്ടത്, സസ്പെൻഡ് ചെയ്തിട്ടില്ല ആ ചങ്ങായിന്റെ ഭാഗ്യം. ഞാൻ പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ. ഈ ആഗസ്റ്റ് 15 ഈ ചാണകസംഖ്യ കാണിക്കുന്ന ഈ കപട ദേശസ്നേഹമില്ലേ, ഈ കപട രാജ്യസ്നേഹം, അത് കാണുമ്പോഴല്ല സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം നമ്മൾ ഈ രാജ്യത്തുണ്ടല്ല സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴല്ല അതിന്റെ ഏഴലത്ത് പോലും വരാത്ത ടീമാണ് ഈ ചാണക സംഖ്യകൾ. കാരണം ഈ ബ്രിട്ടീഷുകാരുടെ തോക്ക് കാണുമ്പോഴല്ല ഈ ചാണക സംഖ്യ ഉണ്ടല്ല ഇപ്പൊ എടപ്പാൾ ഓട്ടോടിയില്ലേ, അതേ ഓട്ടോടില്ല പണ്ട് ഓടാറുണ്ട്. അങ്ങനെയുള്ള ചാണക സംഖ്യകൾ ഇപ്പൊ വന്നിട്ട് ഈ രാജ്യസ്നേഹം ദേശസ്നേഹം എന്നൊക്കെ പറയുമ്പോഴല്ല എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക? ഞാനൊരു കാര്യം പറയട്ടെ, ഭഗത് സിംഗിന്റെ ആത്മാവിനുണ്ടല്ല ഒരു മണിക്കൂർ ഇങ്ങേക്ക് വരാൻ പറ്റുമെങ്കിലുണ്ടല്ല ഭഗത് സിംഗിന്റെ ആത്മാവുണ്ടല്ല ഈ ചാണക സംഖ്യ ഉണ്ടല്ല വെടിവെച്ചിട്ട് ടിഷ്യൂ എന്ന് വെടിവെച്ചിട്ട് അപ്പൊ തന്നെ തീർത്തിട്ടുണ്ടാവും. കാരണം ഈ അടുത്ത കാലത്തായിട്ടുണ്ടല്ല ചാണക സംഖ്യകൾ ഭഗത് സിംഗിനെ ഉണ്ടല്ല സംഖ്യയാക്കാൻ വേണ്ടി പരമാവധി നോക്കുന്നുണ്ട്. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ചാണക സംഖ്യയിലെ ഭഗത് സിംഗിന്റെ ആത്മാവുണ്ടല്ല തീർച്ചയായും വന്നിരിക്കും. നിങ്ങളെ പണ്ടാരടക്കിയിരിക്കും. അപ്പോഴെന്തായാലും ഭയങ്കര കോമഡി ആയിട്ട് ഭീഷണിപ്പെടുത്തിയ ടോച്ച് സുരേഷ് അണ്ണ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, ആ ഭീഷണി ഉണ്ടല്ല 4 മടക്കി വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല, നിങ്ങളെ ഭാര്യ ഉണ്ടല്ല, നിങ്ങളെ പെണ്ണുമ്പിളി ഉണ്ടല്ല, അവർക്ക് കൊടുത്തേട്ടാ. യഥാർത്ഥ രാജ്യസ്നേഹികളായ നമ്മളടുത്തേക്കിട്ടില്ല നിങ്ങൾ ഈ ഊള ഭീഷണി ഉണ്ടല്ല, ഈ ഊള ഭീഷണി കൊണ്ട് ഇനി വരാൻ പാടില്ലട്ടാ. അപ്പോഴെന്തായാലും നമ്മുടെ ടോച്ച് സുരേഷ് അണ്ണന്റെ കോമഡി ഭീഷണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ തൽക്കാലം ഞാൻ നിർത്തുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.